ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് തന്ന ഗോൾഡ് അതുപോലുള്ള ബാക്കിയുള്ള കറൻസി പെയറിലെ മെയിൻ ലിക്വിഡിറ്റി ഏരിയ ഏതൊക്കെയാണെന്നുള്ളതെന്ന് നോക്കാം. ഫസ്റ്റ് എപ്പോഴത്തെയും പോലെ തന്നെ എന്താണ്, നമുക്ക് ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയപ്പോഴും അതെന്താണ്, ഗോൾഡ് സെല്ലിലേക്കായിരുന്നു ട്രെൻഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ രണ്ട് മെയിൻ ലിക്വിഡിറ്റി ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെല്ലിലേക്കുള്ള ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയും പിന്നെ ഈ പ്രീമിയത്തിലൊരു സെൽ സോണും. ഓക്കെ അല്ലേ. നമുക്ക് ഇന്നലെ എന്താണ്, ഇൻഡ്യൂസ്മെൻറ്റ് നിന്ന് ഫസ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് വന്നപ്പോൾ തന്നെ ഇവിടെ നിന്ന് എൻട്രി കിട്ടിയിട്ടുണ്ട്. ട്രേഡ് നോക്കുകയാണെങ്കിൽ ടാർഗറ്റ് ഹിറ്റായിട്ടും ഉണ്ടായിരുന്നു. ഇതിന് ശേഷം നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഈ പ്രീമിയം സെൽ സോണിലായിരുന്നു. ഇപ്പോൾ മാർക്കറ്റ് എന്താണ്, ഇന്നത്തെ ദിവസം വന്നിട്ട് ആ സെൽ സോണും ബ്രേക്ക് ചെയ്ത ചേഞ്ച് ഓഫ് ക്യാരക്ടറിന് മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും എന്താണ്, മാർക്കറ്റ് സെല്ലിലേക്ക് തന്നെയാണ് ഇവിടുന്ന് സാധ്യതകൾ കൂടുതൽ. ഇനി മാർക്കറ്റ് എന്താണ്, ഒന്നെങ്കിൽ നമുക്കിപ്പോൾ ഇത് ലോവർ ടൈം ഫ്രെയിമിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് ഇത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേനും ഇവിടുന്ന് ഡയറക്റ്റായിട്ട് എൻട്രി നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിൻ്റെ 50% ഒന്ന് ടച്ച് ചെയ്യുമ്പോഴും നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് ഒരു സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇതിന് ശേഷം എന്താണ്, മാർക്കറ്റ് വന്നിട്ട് ഇവിടെ നിന്നെല്ലാം വന്ന് ഹൈനെ ബ്രേക്ക് ചെയ്യാതിരിക്കട്ടെ. ഈ ഒരു മേജർ ഹൈനെയാണ് ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടെ ട്രെൻഡ് റിവേഴ്സലിനായിരിക്കും സാധ്യതകൾ കൂടുതൽ. ഓക്കെ അല്ലേ. ഈ ഒരു ഹൈന് ഇതിന് ശേഷം വന്ന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിനായിരിക്കും സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ അഗ്രസീവായിട്ട് വീണ്ടും സെല്ല് നോക്കണമെന്നില്ല. ഇവിടെ ബൈയിലേക്ക് ഇതിന് ശേഷം ഒരു ഇൻഡ്യൂസ്മെൻറ്റും കൂടെ കിട്ടുവാണെങ്കിൽ തൊട്ട് താഴെയുള്ള ഓർഡർ ബ്ലോക്ക് ചെയ്തിൽ ബൈയിങ് സോണൊക്കെ നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് ഏരിയയിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രേഡ് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഇതിന് ശേഷം ഇനി പ്രീമിയത്തിൽ നിന്ന് ചെറിയ ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ട്, ട്രെൻഡ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ സെല്ല് നോക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ സാധ്യത എന്ന് പറയുന്നത് ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെല്ല് നോക്കാം. ഇതിന് ശേഷം ഹൈന ബ്രേക്ക് വേണമെങ്കിൽ പിന്നെ ട്രെൻഡ് റിവേഴ്സലിനായിരിക്കും സാധ്യതകൾ കൂടുതലെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നമുക്കിനി അതുപോലെ തന്നെ ബാക്കിയുള്ള കറൻസി പെയറുകളോട് നോക്കാം. നിഫ്റ്റിയിലേക്ക് പോകാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിഫ്റ്റിയിൽ മെയിൻ ലിക്വിഡിറ്റി ഏരിയ മാർക്ക് ചെയ്യാനായിട്ടില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ നിഫ്റ്റിയിലെ ഏരിയ ചോദിക്കുന്നത്, നിഫ്റ്റിയിൽ മെയിൻ ലിക്വിഡിറ്റി ഏരിയ 50 മിനിറ്റിൽ മാർക്ക് ചെയ്യാനായിട്ടില്ല. ഓക്കെ അല്ലേ. നമുക്ക് അതുപോലെ എന്താണ് ബാക്കിയുള്ള പെയറിലേക്കും വരാം. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസിൽ എല്ലാം നോക്കുകയാണെങ്കിൽ യൂറോ USD അതുപോലെ GBP USD നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തപ്പോൾ ട്രേഡ് ഉണ്ടായിരുന്നു. അതിലെല്ലാം അത്യാവശ്യം നല്ല ട്രേഡ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇന്നലെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് എല്ലാം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു. നമ്മളെ മാർക്ക് ചെയ്ത് വെച്ച ലിക്വിഡിറ്റിയിലെല്ലാം അത്യാവശ്യം എല്ലാത്തിലും നല്ല നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്കിനി ഓരോന്നിൻ്റെയും ലെവൽസൊക്കെ ഒന്ന് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ യൂറോ USD ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ യൂറോ USD നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എന്താണ്, ഈ ഒരു ഹൈയിൽ ലിക്വിഡിറ്റി മാർക്കറ്റ് ഇന്ന് വന്ന് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ലോവർ ടൈം ഫ്രെയിമിൽ കൺഫർമേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് ഏകദേശം പ്രോഫിറ്റിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ഒന്ന് ടച്ച് ചെയ്തിട്ട് ടാർഗറ്റിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഇതുപോലെയുള്ള ബാക്കിയുള്ള പെയറുകൾ കൂടെ ഒന്ന് നോക്കാം കേട്ടോ. ഇപ്പോൾ യൂറോ USD നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റിയിൽ ഓൾറെഡി വന്ന് ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ട്രേഡ് നോക്കണമെന്നില്ല. ഇതിന് ശേഷം സെറ്റപ്പ് ഫെയിലായിട്ട് ഹൈയിലെ ലിക്വിഡിറ്റിയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് നോക്കാം. ഇത് മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ സാധ്യതകൾ കുറച്ചും കൂടെ കൂടുതലാണ് കേട്ടോ യൂറോ USD. ഇനി അതുപോലെ തന്നെ എന്താണ്, ബാക്കിയുള്ള യൂറോ JPYൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇവിടെ നിന്നെല്ലാം ട്രേഡുകൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കാര്യത്തിലേക്കെല്ലാം വരാം കേട്ടോ. ഇനി ഇന്നത്തെ ദിവസം നമുക്ക് നോക്കാനായിട്ട് പറ്റിയ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതായിരിക്കും, യൂറോ JPYയിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം ട്രേഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിലും ഒരു ഇൻഡ്യൂസ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. ഈ രണ്ട് ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുവാണെങ്കിലും നമുക്കെന്താണ് ബൈ നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ ഹൈയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഓൾറെഡി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് ടൈമായി. ഇനിയിപ്പോൾ അതിനകത്ത് ട്രേഡ് കിട്ടാൻ സാധ്യതയില്ല കേട്ടോ. ഓക്കെ അല്ലേ. ട്രേഡിൻ്റെ സാധ്യതകളൊക്കെ ഇന്നലെ തന്നെ കഴിഞ്ഞതാണ്. ഇപ്പോൾ ഇനി ഇതിനകത്തേക്ക് ട്രേഡ് നോക്കുന്ന അത്രത്തോളം സാധ്യതയില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള 1-2 പേരുകളോട് നോക്കാം കേട്ടോ. ഓക്കെ അല്ലേ. യൂറോ GBPയിൽ നോക്കുകയാണെങ്കിലും ഹൈയിൽ വെച്ച് ഇല്ല, ഇവിടെയും ട്രേഡിന് അത്രത്തോളം സാധ്യതകൾ കാണുന്നില്ല. യൂറോ AUDയിൽ നോക്കുകയാണെങ്കിൽ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇവിടുന്ന് പുഷ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി മാർക്കറ്റിൽ നോക്കാനായിട്ട് പറ്റിയ മെയിൻ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത് നോക്കിയേ. ഈ മേജർ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ ബൈയിങ്ങിലേക്ക് പുഷ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ കൺഫർമേഷൻ കിട്ടുമെങ്കിൽ ട്രേഡ് നോക്കാമായിരുന്നു. ആ ട്രേഡൊക്കെ ഓൾറെഡി കഴിഞ്ഞതാണ്. മോർണിംഗ് തന്നെ ട്രേഡുകളെല്ലാം കഴിഞ്ഞതാണ്. ഓക്കെ ആവുന്നില്ലേ. ഇതിന് മുകളിൽ നിന്ന് പ്രൈസ് ഓൾറെഡി അത്രയും മൂവ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടെ ഒന്നും ട്രേഡുകളില്ല കേട്ടോ. അത്യാവശ്യം ട്രേഡുകളൊക്കെ മോർണിംഗ് തന്നെ കഴിഞ്ഞു. ഇനി ഇതിന് ശേഷം നമുക്ക് സെല്ല് നോക്കണമെങ്കിൽ എന്താണ്, അടുത്തൊരു എൻട്രി നോക്കണമെങ്കിൽ മാർക്കറ്റ് ഒന്ന് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് എത്തണം. അല്ലെന്നുണ്ടെങ്കിൽ മേജർ ഹൈനെ എടുക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഇൻഡ്യൂസ്മെൻറ്റിലേക്ക് വരുമ്പോഴും നമുക്ക് സെല്ല് നോക്കാനായിട്ട് വരും. തൊട്ട് മുകളിൽ തന്നെ ഒരു മേജറായിട്ടൊരു ഇൻഡ്യൂസ്മെൻറ്റും കാണാം. ഇതിലേക്കെല്ലാം വന്നു കഴിഞ്ഞാൽ സെല്ലിലേക്കാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. അതുപോലെ യൂറോ കാർഡിൻ്റെ ഇതിലേക്ക് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ലിക്വിഡിറ്റി എന്ന് പറയാനായിട്ടില്ല. പിന്നെ നമുക്ക് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ്,
ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. അതുപോലെ ഇതും ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇനി മാർക്കറ്റ് വന്ന് ഫസ്റ്റ് ലോയിനെയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നും ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതൊരു മെയിൻ ലിക്വിഡിറ്റിയാണ്. ഇവിടെ നിന്നൊക്കെ ബൈ നോക്കാം. ഇനി ഫസ്റ്റ് മാർക്കറ്റ് വന്ന് ഹൈല ലിക്വിഡിറ്റിയാണ് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെല്ല് നോക്കാനായിട്ടും പറ്റും. ഓക്കെ അല്ലേ. ഇനി അതുപോലെ യൂറോ NSTൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഇവിടെ നിന്നും ട്രേഡുകൾ കഴിഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ ഇന്നലത്തെ വീഡിയോ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ലെവൽസ് തന്നെയായിരുന്നു കേട്ടോ. ഇനി മാർക്കറ്റ് വന്നിന്ന് ഹൈയിലെ ലിക്വിഡിറ്റിയൊക്കെ എടുത്താലാണ് സെല്ലിലേക്ക് നമുക്ക് നോക്കാനായിട്ട് പറ്റുള്ളൂ. ഈ ഹൈയിലെ ലിക്വിഡിറ്റിയൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ലിലേക്ക് നോക്കാം. ബൈയിലേക്ക് ഇനി നോക്കണം എന്നാണെങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലോ, ഇപ്പോൾ ഇവിടുന്ന് ബൈയിങ് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഏറ്റവും ലോയിലേക്ക് വരണം. ഇവിടുന്ന് നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ. മുന്നത്തെ ലിക്വിഡിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടുന്ന് പ്രൈസ് കയറി പോയിട്ടുണ്ട്. ഇനി അതിലേക്ക് വന്ന് ട്രേഡ് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഓക്കെ അല്ലേ. ഇവിടുന്ന് ഇന്നലെ ട്രേഡ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് ബൈ നോക്കണം എന്നുണ്ടെങ്കിൽ പ്രൈസ് ഈ ഒരു ലോ, ഇവിടുന്ന് ബൈ ഏറ്റവും ലോവസ്റ്റ് ചെയ്യാനും ഇവിടുന്നാണ് പ്രൈസ് പോയേക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വന്നാലും നമുക്ക് ബൈ നോക്കാനായിട്ട് പറ്റുള്ളൂ. സെല്ല് നോക്കണമെങ്കിൽ പ്രീമിയത്തിലേക്ക് വരണം കേട്ടോ. ഓക്കെ അല്ലേ. ബാക്കിയുള്ള പേരുകളും കൂടെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഓടിച്ച് നോക്കാം. മാർക്കറ്റ് ഇനി എന്താണ് GBP/USDൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ലോയിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് പ്രൈസ് ഇത്രയും മുകളിൽ പോയത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഹൈയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ട്രേഡോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇതിന് ശേഷം ഒരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടുത്തെ ലിക്വിഡിറ്റി എല്ലാം കളക്ട് ചെയ്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് വേണമെങ്കിൽ പ്രൈസിന് റിവേഴ്സ് ആവാം കേട്ടോ. ഓക്കെ അല്ലേ. ഇതൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഒരു ഓവറിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെയും ട്രേഡ് ഏകദേശം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ അല്ലേ. ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ട്രേഡ് ഏകദേശം കഴിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം ഒരു 1:1 RRനടുത്ത് ടാർഗറ്റ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം ട്രേഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് DP വേണമെങ്കിൽ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ സെക്കൻഡ് DP എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു മേജർ ലോ വരെയും നോക്കാനായിട്ട് പറ്റുമായിരുന്നു. ഓക്കെ അല്ലേ. ഇതിലെ ട്രേഡും അത്യാവശ്യം കഴിഞ്ഞതാണ്. ഇതിനകത്ത് ഇനി അടുത്ത ഒരു എൻട്രി എന്ന രീതിയിൽ നോക്കണമെന്നില്ല കേട്ടോ. GBP ഇപ്പോൾ USD/GBP നമുക്ക് ഇന്നലെയും ട്രേഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിലും ഫസ്റ്റ് എന്താണ് ഹൈയിലെ ലിക്വിഡിറ്റി വന്ന് മാർക്കറ്റ് എടുത്തു. ഇതിന് ശേഷം ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്തിട്ടാണ് പ്രൈസ് പോകുന്നത്. ഫസ്റ്റ് DP ഇതായിട്ട് വരും. സെക്കൻഡ് DP മേജർ ലോ വരെയും നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പെയറിലേക്ക് വരുവാണെങ്കിലും ഏതാണ് വരുന്നത്. ഇപ്പോൾ യൂറോ USD GBP/USDയിലും വേറെ ഒന്നുമില്ല. ഇത് ഇന്നലെ നമ്മൾ ഇവിടെ ഒരു ബൈയിലേക്കുള്ള ഇൻഡ്യൂസ്മെൻറ്റ് നോക്കി ഇവിടെ നിന്നാണ് നമുക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ സെല്ലിലേക്കുള്ള ഒരു ലിക്വിഡിറ്റിയാണ് മാർക്കറ്റ് എടുത്തത്. ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷനും കിട്ടിയിട്ടുണ്ട്. ഇതും ടാർഗറ്റിലേക്ക് പോകാനുള്ള സാധ്യതകളും വളരെ കൂടുതൽ തന്നെയാണ് കേട്ടോ. ഇതൊന്ന് നോക്കി വെച്ചു. അത്യാവശ്യം നല്ലൊരു എൻട്രി ആയിരുന്നു. ഓക്കെ അല്ലേ. ഫുൾ ലിക്വിഡിറ്റിയും കളക്ട് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇറങ്ങിയേക്കുന്നത്. സാധ്യതകൾ കൂടുതലുള്ളൊരു എൻട്രി ആണ്. ഇനി അതുപോലെ തന്നെ എന്താണ് GBP/JPY. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്താണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇതിന് ശേഷം ബൈ എന്ന രീതിയിൽ നമുക്ക് നോക്കണമെങ്കിൽ എന്താണ് മാർക്കറ്റ് ഈ ലോയിൽ ഏതെങ്കിലും ലിക്വിഡിറ്റിയിലേക്ക് വരണം. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്കോ അതുപോലെ നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് മേജർ ലോയിലേക്ക് ഈ ഒരു ലോയിലേക്ക് വന്നാലേ നമുക്ക് സാധ്യതകളുള്ളൂ. ഹൈയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ജസ്റ്റ് ആ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് അതേപോലെ തന്നെ പ്രൈസ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിലോട്ട് പ്രൈസ് ഒന്നുകൂടി വന്നിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വീണ്ടും സെല്ല് നോക്കാനായിട്ട് പറ്റും കേട്ടോ. GBP/JPY നോക്കുകയാണെങ്കിൽ ഇതിന് മുകളിലോട്ട് വന്നിട്ട് വീണ്ടും സെല്ലിലേക്ക് കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാം. ഇത് ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് മാത്രമേ ഉള്ളൂ. ഇതിന് ശേഷം നമുക്ക് മറ്റ് പെയറിലേക്ക് വരുവാണെങ്കിലും GBP CAD നോക്കുകയാണെങ്കിൽ അതുപോലെ തന്നെയാണ്. സെല്ലിലെ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് സെല്ലിൽ ലിക്വിഡിറ്റിന് അടുത്തെത്തിയിട്ടുണ്ട്. ഈ ഒരു ലിക്വിഡിറ്റിയിലേക്ക് ടച്ച് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ തൊട്ട് മുകളിൽ ലിക്വിഡിറ്റിയിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിലും സെല്ല് നോക്കാനായിട്ട് പറ്റും. ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന് പറയുന്നത് ഇതാട്ടോ. ഇപ്പോൾ GBP കാർഡിലാണെങ്കിലും ഈ ഒരു ലിക്വിഡിറ്റിയിൽ വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഈ ഹൈയിലെ ലിക്വിഡിറ്റിയിൽ വന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ബാക്കിയുള്ള പെയറുകളും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഇത് GBP AUDയിൽ നോക്കുകയാണെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തു. ഇനി ഈ ലോയിൽ ലിക്വിഡിറ്റി എടുക്കാനാണ് സാധ്യതകൾ കൂടുതൽ. ഓക്കെ. നെക്സ്റ്റ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ബൈ നോക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതിൽ ലിക്വിഡിറ്റിയൊക്കെ ഓൾറെഡി മാർക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് ഞാൻ എല്ലാത്തിൻ്റെയും സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാർക്ക് ചെയ്തിട്ട് പ്രൈസ് നിങ്ങൾക്ക് ഇവിടെ നോക്കി കാണാനായിട്ടും പറ്റും. ഓക്കെ ആവുന്നില്ലേ. അതുപോലെ തന്നെ GBP/NSDൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇതിനകത്ത് വേറൊരു ലിക്വിഡിറ്റി എന്ന് പറയാനായിട്ട് പിന്നെ വേറെ വരുന്നില്ല. ഓക്കെ അല്ലേ. ഇതിലെയും ട്രേഡ് അത്യാവശ്യം കഴിഞ്ഞതാണ്. ഇനി നമുക്ക് മറ്റ് പെയർ കൂടെ നോക്കാം. ഓക്കെ അല്ലേ. ഇതിനകത്തും വേറെ ലിക്വിഡിറ്റി ഒന്നും വരാനായിട്ടില്ല. ഓക്കെ അല്ലേ. ഇനി ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിലാണ് സാധ്യതകൾ കൂടുതൽ കേട്ടോ. AUD/USDയിൽ നോക്കുകയാണെങ്കിൽ ഹൈയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് സെല്ല് വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കേട്ടോ. നമുക്ക് AUD/USDയിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലിക്വിഡിറ്റി നോക്കി വെക്കാം. ഓക്കെ അല്ലേ. അതുപോലെ 2-3 മെയിനായിട്ടുള്ളൊരു പെയർ കൂടെ നോക്കാം. NFT/USDൻ്റെ കാര്യം കൂടെ നോക്കാം. NFT/USDയിൽ ഇവിടെ ട്രേഡ് ഓക്കെ
ഹൈയിലെ ഫസ്റ്റത്തെ ട്രേഡ് ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ട്രേഡാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടുന്ന് കറക്റ്റ് ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം പ്രൈസ് അത്രയും ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് നെക്സ്റ്റ് ലിക്വിഡിറ്റിയിലേക്ക് മാർക്കറ്റ് വരാനായിട്ട് നിൽക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി അടുത്തൊരു ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്? ഈ ഹൈയിലെ ലിക്വിഡിറ്റിയേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഈ ഹൈയിലെ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം NST USDയിൽ അടുത്തൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് സെല്ല് നോക്കാനായിട്ട് പറ്റും. ബൈയിലെ ലിക്വിഡിറ്റി എന്ന് പറയുകയാണെങ്കിൽ ഇനി മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക് വരണം കേട്ടോ. എന്നാലാണ് ഇവിടെ സാധ്യതയുള്ളൂ. ഓക്കെ ആവുന്നില്ലേ? ഇവിടുന്ന് ബൈയിങ് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു ലോയിലേക്ക് വന്നാലേ നമുക്കിനി ബൈ എൻട്രി നോക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ മേജർ ലോയിലേക്ക് വരണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഹൈയിലെ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഇന്നലെ നമ്മൾ മോർണിംഗ് വന്നപ്പോഴും ഏകദേശം ഇവിടെ നിന്ന് ട്രേഡ് ഉണ്ടായിരുന്നത്. ഓക്കെയാണ്. ഇനി അതുപോലെ തന്നെ USD/JPYൻ്റെ കാര്യത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 4 hourലെ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യണമെങ്കിൽ 4 hourലെ ലിക്വിഡിറ്റി എന്ന് മാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഹൈ ഫസ്റ്റ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? ഹൈ ഫസ്റ്റ് ഒരു ലിക്വിഡിറ്റി ആയിട്ട് ഇവിടെ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, പിന്നെ ബൈയിലേക്കുള്ള ലിക്വിഡിറ്റി എന്ന രീതിയിൽ മാർക്ക് ചെയ്യണമെങ്കിൽ ഏതാണ്? ഇത് നമുക്കൊരു ലിക്വിഡിറ്റി ഒക്കെ ആയിട്ട് മാർക്ക് ചെയ്യാം. മാർക്കറ്റ് ഈ ഒരു ലോയിൽ ലിക്വിഡിറ്റി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എന്താണ്, ഇവിടുന്ന് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ USD/JPYയിൽ ബൈ നോക്കാം. അതുപോലെ ഹൈയിലെ ലിക്വിഡിറ്റിയാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് സെല്ല് നോക്കാനായിട്ടും പറ്റും കേട്ടോ. അതേപോലെ തന്നെ ഇതൊരു മേജർ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ടാണ് വരുന്നത്. ഇതിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് കൺഫർമേഷൻ നോക്കി ബൈ എൻട്രി എടുക്കാം. ഓക്കെ അല്ലേ? നമുക്ക് ആ USD കാർഡ് കൂടെ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കിയേക്കാം. USD കാർഡിലും വേറെ ഒന്നുമില്ല, നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി മാത്രമായിട്ടാണ് മാർക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ നോക്കാം. ഇത്രയും ലിക്വിഡിറ്റിയാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ടുള്ളൂ. ബാക്കി കുറച്ച് പേര് ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ അല്ലേ? അപ്പോൾ സാധ്യതകൾ കൂടുതൽ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് ഇപ്പോൾ ഗോൾഡിൽ ഒരു ട്രേഡ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 50% ഡയറക്റ്റായിട്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ എൻട്രി നോക്കാം കേട്ടോ. അതുപോലെയുള്ള ബാക്കിയുള്ള കറൻസി പെയറിലേക്ക് വന്നതിന് ശേഷം കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ എൻട്രി നോക്കാം. ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾ ട്രേഡിംഗ് ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തിയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.